ഹേ ഗായ്സ്, അങ്ങനെ വീണ്ടും നമ്മുടെ യു കെയിൽ ഒരു ഹൗസ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ യു കെയിൽ വന്നപ്പോൾ ഇപ്പോൾ 2 വർഷം ആവാനാണ് പോകുന്നത്. ആ 2 വർഷത്തിൽ നമ്മൾ 2 വീട് മാറി ഇപ്പോൾ 3ാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ പുതിയ വീട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് നമുക്ക് ലൊക്കേഷനുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന വീട് 2 BHK ആണ്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ 2 BHK നോക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോമിന് ഒരു സെപ്പറേറ്റ് റൂമൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ണാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നിൽക്കണോടെ കൊണ്ട് നമുക്ക് മനസ്സിലായി വർക്ക് ഫ്രം ഹോം കൂടുതൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 2 BHK ആണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഇതൊരു ഫ്ലാറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2nd ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റിലായിരുന്നു, അതും 2nd ഫ്ലോർ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇതിൻ്റെ ഇങ്ങനെ സൈഡ് എന്താ പറയുക അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ലായിരുന്നു. താമസിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വലിയ രസമുള്ള പരിപാടിയല്ല ഈ സാധനങ്ങൾ കയറ്റുന്നത്. അൺലെസ് അണ്ടിൽ നമ്മൾ അവിടെ ഒരു 2-3 വർഷമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫാമിലി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ 2nd ഫ്ലോർ കയറി പോകാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിത് അത്രയ്ക്ക് അങ്ങോട്ട് ആഗ്രഹിച്ചില്ല. കാരണം വീട്ടിലും എല്ലാ സംഭവങ്ങളും ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഷ് വാഷർ മെയിനായിട്ട് എല്ലാവരും കാണാറില്ല, പക്ഷേ ഇവിടെ ഡിഷ് വാഷർ ഉണ്ടായിരുന്നു. കിച്ചണൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിരുന്നു. ഓപ്പൺ പ്ലാൻ കിച്ചൺ ആയിരുന്നു കേട്ടോ വന്നിരുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മുടെ ഡ്രോയിങ് റൂം വരുന്ന പോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. അതിനാണ് ഓപ്പൺ പ്ലാൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. സൈഡിൽ തന്നെ ഡ്രോയിങ് റൂം വരുന്നുണ്ട്. ഡ്രോയിങ് റൂം കുഴപ്പമില്ല, ഭയങ്കര വെന്റിലേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണാൻ ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ 2 പൂച്ചകളുണ്ടായിരുന്നു. പൂച്ചേനെയും ഒരു വലിയ പട്ടീനെയും ഇവർ ഈ ഒരു ഫ്ലാറ്റിൽ വളർത്തുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ തന്നെയായിരുന്നു. ഓണർ ഇവിടുന്ന് മാറുകയാണെന്നാണ് ഏജൻറ്റ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഏജൻറ്റ് ത്രൂ ആയിട്ടാണ് പോകുന്നത്, ഡയറക്റ്റ് ഓണർ ത്രൂ നമ്മളങ്ങനെ വീടെടുക്കാറില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് ഇലക്ട്രിക് ഹീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബില്ലുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റോറേജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഷെൽഫ് ഓണറിനാണ്. ഓണർ മൂവ് ചെയ്യുമ്പോൾ അത് കൊണ്ടുപോകുന്നതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുമാത്രമല്ല 2nd ഫ്ലോറും ആണ്. ഇവിടുത്തെ റെൻറ്റ് എന്ന് പറഞ്ഞാൽ 895 ആണ്, അഫോർഡബിൾ ആണ്. ലൊക്കേഷൻ സ്വിൻഡൻ ആണ്. സംഭവം എല്ലാം നല്ലതാണ്. പക്ഷേ സ്റ്റോറേജും ഈ ഒരു 2nd ഫ്ലോറും കാരണം നമ്മൾ അപ്ലിക്കേഷനൊക്കെ വെച്ചിരുന്നു, പക്ഷേ ഓണർ ആക്സെപ്റ്റും ചെയ്തു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചാൽ അവസാനം വിഡ്രോ ചെയ്തു കേട്ടോ.